കാർട്ടൂണിസ്റ്റ് ടോംസ് നിര്യാതനായി. കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ബോബനും മോളിയുടെ ഉപജ്ഞാതാവായിരുന്നു വി.ടി. തോമസ് എന്ന ടോംസ്. വാർദ്ധക്യസഹജമായ അസുഖത്തെ തുടർന്നാണ് മരണം സംഭവിച്ചത്. കഴിഞ്ഞ 6 മാസക്കാലമായി കോട്ടയത്തെ വിവിധ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സയിലായിരുന്നു ടോംസ് എന്ന വി.ടി. തോമസ്. ഇന്നലെ രാത്രി 10:15 ടോംസിന്റെ അന്ത്യം. 1929 ചങ്ങനാശ്ശേരിക്കടുത്ത് വെളിയനാടായിരുന്നു ടോംസിന്റെ ജനനം. ബ്രിട്ടീഷ് സൈന്യത്തിൽ സേവനത്തിനു ശേഷം നാട്ടിൽ തിരിച്ചെത്തിയ ടോംസ് സ്വന്തം ജ്യേഷ്ഠനായ പീറ്ററിനെ ആയിരുന്നു മാതൃകയാക്കിയത്. ടോംസിന്റെ അയൽപക്കക്കാരായ ബോബൻ, മോളി എന്നിവരാണ് മലയാളികളുടെ പ്രിയപ്പെട്ട ബോബനും മോളിയും എന്ന കഥാപാത്രങ്ങളുടെ സൃഷ്ടിക്ക് കാരണമായത്. 30-ാം വയസ്സിൽ ടോംസിന്റെ വരയിൽ പിറന്ന ബോബനും മോളിയും അദ്ദേഹത്തെ പ്രശസ്തിയിലാഴ്ത്തി. മലയാള മനോരമയിൽ കാർട്ടൂണിസ്റ്റായി സേവനമാരംഭിച്ചു. ടോംസിന്റെ ബോബനും മോളിയിലെയും പഞ്ചായത്ത് പ്രസിഡന്റും കോൺട്രാക്ടറും വക്കീലും എല്ലായിടത്തും കാണുന്ന പട്ടിയുമൊക്കെ മലയാളികളെ ഒരുപോലെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത കഥാപാത്രങ്ങളാണ്. പഞ്ചായത്ത് പ്രസിഡന്റും അപ്പി ഹിപ്പിയുമൊക്കെ മലയാളികളുടെ ആസ്വാദന സങ്കല്പങ്ങൾക്ക് പുതിയ അതിർവരമ്പുകൾ തീർത്തു. ടോംസ് കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞാലും ഇവരെല്ലാം ഓരോ കഥാപാത്രങ്ങളായി ജനഹൃദയങ്ങളിൽ ഇനിയും ജീവിക്കും. റിപ്പോർട്ടർ, കോട്ടയം.